അഭയ എന്തോ ഈ തെലുങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ തെലുങ്കിലുള്ള മനുഷ്യരെ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും പറയാറുണ്ട് ഈ തുറന്നു പാടുന്ന തുറന്ന് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അവർ. അവർക്ക് അങ്ങനെ വലിയ ഇൻഹിബിഷൻസ് ഒന്നും. അവരുടെ സിനിമയിലും ഡാൻസും സിനിമയൊക്കെ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ഇപ്പം പക്ഷേ അവരുടെ സിനിമയൊക്കെ മാറി, പാട്ടൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു സെലിബ്രേഷൻ മൂഡുണ്ടല്ലോ എല്ലാവർക്കും. പിന്നെ പാട്ടുകൾ, അവിടുത്തെ പാട്ടുകൾ ഇപ്പോൾ പണ്ടോട്ടെ രാജാ സാർ ചെയ്യുന്നുണ്ട്, റൊമാൻ സാർ ചെയ്യുന്നുണ്ട്, അനിരുദ്ധ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഇപ്പോൾ തമൻ ചെയ്യുന്നുണ്ട്. തമനൊക്കെ എന്ത് മനോഹരമായിട്ട് ഏറ്റവും അവിടുത്തെ രണ്ട് പേര് എടുത്തു പറയാവുന്ന രണ്ട് പേര് DSP സാറും പിന്നെ കിരവാണി സാറുമാണ്. കിരവാണി സാറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകൾ മുഴുവൻ പാടിയിരിക്കുന്ന ചിത്രാമ്മയാണ്. ചിത്രാമ്മയും SPB സാറും കൂടെയാണ്. അപ്പോൾ അവിടെ ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ചിത്രാമ്മയുടെ വോയിസും SPB സാറിൻ്റെ വോയിസുമാണ്. അവർ ചിത്രാമ്മ എന്ന് പറയുന്നത് അവരുടെ ഒരു ദൈവം കണക്കാണ്. അവർക്ക് നമ്മൾ ഇവിടെ ഒരു ചിത്രാമ്മ എന്ന് പറയുന്നൊരു വളരെ ഭീകരമായിട്ടുള്ള ഒരു വലിയ ഭീകരം എന്ന് പറയുന്നതല്ല, വളരെ ലെജൻഡറി ആയിട്ടൊരു സിംഗറാണ്. യെസ്, നമ്മൾ തൊഴും അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒരു അമ്പലം കെട്ടിക്കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന അവരങ്ങനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ചിത്രാമ്മനെ അവിടെ പോയിട്ട് നമ്മൾ വീക്ഷിക്കുന്ന ഒരു വേറെ രീതിക്കാണ്. ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ എന്തായാലും തെലുങ്കിൻ്റെ മണ്ണിൽ വലിയ വലിയ അമ്പലങ്ങൾ അഭയക്ക് വേണ്ടി പണിയട്ടെ. ഈ തെലുങ്കിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും തമിഴിലാണെങ്കിലും അവർ ഈ ഫോക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കത്തില്ല. അതെ, അവരുടെ താളം, അവർക്ക് എല്ലാ മനുഷ്യർക്കും ഒരു താളം ഉണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും ഒരു താളമുണ്ട്. പക്ഷെ ആ താളം ഒരു ബോധമുള്ള മനുഷ്യരാണ്. ആ താളത്തിന് എന്താണ് ആ താളം എന്ന് മനസ്സിലാക്കുന്നവരാണ്. ഇപ്പോൾ തമിഴന്മാർ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നത് വളരെ ആഘോഷിച്ചാണ് കൊണ്ടുപോകുന്നത്. ആ ഫോക്ക് കൾച്ചർ DSPയുടെ പല പാട്ടുകൾ എടുത്തു നോക്കിയാലും, ദേവ്ശ്രീ പ്രസാദ് DSPയുടെ പല പാട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ഫോക്ക് കൾച്ചർ കറക്റ്റായിട്ട് കീരവാണിയുടെ നാക്കുമുക്ക് കീരവാണിയുടെ നാട്ടുനാട്ട് ഓസ്കാറിൽ കിട്ടുന്നത്. അതെ അതെ, തമിഴിലാണല്ലോ. പക്ഷെ കേരളത്തിൽ ഫോക്ക് തീരെ ഉപയോഗിക്കത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളപ്പോഴൊക്കെ അത് ഹിറ്റ് ആയിട്ടുണ്ട്. ഭാസ്കരൻ മാഷോട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഭാസ്കരൻ മാഷോട്ടുണ്ട്. നമ്മൾ പക്ഷേ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള നമ്മളെല്ലാത്തിലും നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാം. പഠിത്തത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഇൻഫ്ലുവൻസ് പല രീതിക്കുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് നമുക്കുണ്ട്. അത് നമ്മുടെ പാട്ടിലും ഉണ്ട്. നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലാണ്. തെലുങ്കന്മാരും തമിഴന്മാരും അവരുടെ ഭാഷയാണെങ്കിലും അവരുടെ രീതികളാണെങ്കിലും അവരങ്ങനെ ഒരു വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരല്ല. അവരുടെ ഭാഷ കഴിഞ്ഞിട്ടേ അവർക്ക് വേറെ എന്തുള്ളൂ. തെലുങ്കാണെങ്കിലും അവരുടെ ഭാഷ കഴിഞ്ഞിട്ടേ അവർക്ക് എന്തുള്ളൂ. അല്ലല്ല, ഡപ്പാങ്കുത്തില്ലാത്തൊരു സിനിമ മാത്രമല്ല. ഡപ്പാങ്കുത്ത് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ വളരെയധികം പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. ഈ പറയുമ്പോൾ എന്ത് ഡപ്പാങ്കുത്ത് ചെയ്തിരിക്കുന്നത്, എന്താ ഡപ്പാങ്കുത്ത് പാട്ട് എന്ന് പുച്ഛിച്ച് തള്ളാൻ പറ്റില്ല. അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കാനാണ് ഏറ്റവും വലിയ പ്രയാസം. ഒരു മെലഡി ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ നമ്മൾ കേട്ടൊരു സാധനം അടിച്ചാൽ മതി, പിന്നെയും അടിച്ചാൽ മതി, നമുക്ക് മെലഡി രസിക്കാൻ പറ്റും. പക്ഷേ ഡപ്പാങ്കുത്ത് അടിക്കണമെങ്കിൽ, അതും പ്രത്യേകിച്ച് ഡപ്പാങ്കുത്ത് തെലുങ്കന്മാരും തമിഴന്മാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡപ്പാങ്കുത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് വളരെയാണ്. അതിൻ്റെ താളം ഇടഞ്ഞ താളത്തിലൊക്കെ അവർ പല രീതിക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ രസമാണ് അവരുടെ ഫോക്ക് ശൈലി. അപ്പം അഭയ, നമ്മളുടെ ഈ ഇന്നത്തെ അഭയയുടെ സാന്നിധ്യം ഒരു നല്ല പാട്ടിൽ അവസാനിപ്പിക്കുക അല്ലേ?